മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ തന്നെ ആ കുടുംബം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളവരോടൊക്കെ ഭയങ്കര പകയും ദേഷ്യമൊക്കെ വെച്ച് അങ്ങനെ നടന്ന് അവസാനം പിന്നെ ഉസൈർ റളിയല്ലാഹുവിനെ കൊല്ലാൻ യസീദ് ബിൻ മുആവിയ വഴിയൊരുക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വഹാബത്തിനെ മൊത്തത്തിൽ ഇകഴ്ത്താനും ആക്ഷേപിക്കാനും ചെയ്യുന്ന കറുത്ത മനസ്സിൻ്റെ ഉടമ, അങ്ങനെ തന്നെ പറയണം, കറുത്ത മനസ്സിൻ്റെ ഉടമകളൊന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകം വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അതൊരു തീരാ ദുഃഖമായി വെച്ച്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനേക്കാളും കൂടുതൽ സങ്കടമാണ് എന്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഈ ദിവസത്തിലുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഈ ആളുകൾക്ക് അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസത്തെ ഈ രൂപത്തിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു സ്മരണ പുതുക്കലില്ല. അല്ലാഹു കൊല്ലപ്പെട്ടതാണല്ലോ, ആ കൊല്ലപ്പെട്ട ദിവസത്തിൽ ഒരു സ്മരണ പുതുക്കലോ ഒന്നുമില്ല. ഇവിടെ ഇത് മാത്രം ഉണ്ടാക്കുന്നു. എന്നാൽ ഈ ദിവസം തന്നെ നമ്മുടെ നാട്ടിലുള്ള സമസ്തകൾ ഇപ്പോൾ കുറച്ചായിട്ട് മുഹറം 10 പ്രത്യേകമായി കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അന്ന് ചൊല്ലാൻ പ്രത്യേക ദിക്റുകൾ, അന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ. മുഹറം മാസത്തിലാണുള്ളത്. മുഹറം 9 കഴിഞ്ഞു, നമ്മൾ 10 നോമ്പാണ്, നാളെ നോമ്പ് കൂടി നോൽക്കാനുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 നോമ്പുകളാണ് 9ഉം 10ഉം എന്ന് പറയുന്നത്. അതേപോലെ മുഹറം മാസത്തിൽ നമ്മൾ പ്രത്യേകിച്ചും പിന്നെ ഹിജ്റ പോയൊരു ചരിത്രത്തെ ഓർക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ അത്ഭുതകരമായി രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നതുപോലെ നമ്മൾ ഓർക്കുന്ന മറ്റൊരു ചരിത്രമാണ് കർബലയിലെ ചരിത്രം. ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നൊരു ചരിത്രം കൂടി നമ്മൾ ഈ മുഹറം മാസത്തിൽ ഓർത്തു പോകാറുണ്ട്. പക്ഷേ ഈ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പലവിധ വ്യാഖ്യാനങ്ങൾ കേരളത്തിലൊന്നുണ്ട്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അതിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഷിയായിസം ഇവിടെ ഇറക്കാൻ പറ്റും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ അതൊരു തെറ്റായ ഒരു ഇരുളടഞ്ഞ ദിവസമാണ്, അതൊരു നല്ല ദിവസമല്ല, നഹ്സിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞിങ്ങനെ പല നിലക്ക് ആ ചരിത്രത്തെ തന്നെ വക്രീകരിച്ച് കൊണ്ടുപോകുന്നു, തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഇവിടെ ഒരു കർബല എന്ന് ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചരിത്രം എന്താണ്, ഇതിൻ്റെ ശരിയായ ഭാഗം എന്താണ്, ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ചരിത്രം, പ്രത്യേകിച്ച് അവിടുന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട ചരിത്രം, അത് പല നിലക്കും വളച്ചൊടിച്ച് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ നോക്കിയ ആളുകൾ ഈ ഇതുവരെയുള്ള ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ലോകത്ത് ഖവാരിജുകളിലൂടെ റാഫിദിയത്ത്, ഷിയാക്കളൊക്കെ ഉടലെടുത്ത് വന്നത് ഈ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ഇസ്ലാം കൊടുക്കാത്ത ഒരു പ്രത്യേകത, എന്തോ ഒരു രീതിയിലുള്ള ആദരവും ബഹുമാനമെല്ലാം കൊടുത്ത് അതിൻ്റെ മറവിൽ പല തെറ്റായ ആശയങ്ങളും തീവ്ര ചിന്തകൾ, അതേപോലെ തന്നെ ഭീകര ആശയങ്ങളൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കണം, ഇസ്ലാമിനെ ഒരു പിന്നെ ഭീകരതയുടെ മുഖത്ത് എപ്പോഴും നിർത്തണം, ഈ ചിന്തയിൽ കാലങ്ങളായി ലോകത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളൊക്കെ പലരും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പിന്നെ മുഹറം എത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായ ചർച്ചയിൽ വരുന്ന സംഗതിയാണ് കർബല എന്നത്. കർബ് ബലാഹ് അഥവാ വലിയ നിലക്കുള്ളൊരു പരീക്ഷണം എന്ന രൂപത്തിൽ ഒരു മുസീബത്ത്, ഒരു പരീക്ഷണം, ഒരു പ്രയാസം എന്ന നിലക്ക് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. ആളുകൾക്ക് കർബല എന്ന് സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്ലാസ്സുകളിലൂടെ, പാട്ടിലൂടെ, ലേഖനങ്ങളിലൂടെയൊക്കെ കർബല എന്ന ആളുകൾ കേൾക്കും. യഥാർത്ഥത്തിൽ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ ചരിത്രത്തിൽ രക്തസാക്ഷിത്വം വരിച്ച പിന്നെ സ്വഹാബിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുള്ള സ്വഹാബിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ആ വിഷയത്തിലുണ്ട്. ഇങ്ങനെ സംഭവിക്കും, ഫിത്ന ഉണ്ടാകും, അതേപോലെ തന്നെ പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു മസ്ലഹത്ത്, ആ പ്രശ്നങ്ങൾക്കിടയിലുള്ള ഒരു മസ്ലഹത്ത് ഉണ്ടാകും. പിന്നെ മാത്രവുമല്ല, ഈ അള്ളാഹുവിൻ്റെ ഇത് റബ്ബിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഏതൊരു ഫിത്നയും ഏതൊരു മുസീബത്തും അത് റബ്ബിൻ്റെ തീരുമാന ഫലമായി ലോകത്തുണ്ടാകുന്ന, അള്ളാഹുവിൻ്റെ നിശ്ചയഫലമായി ലോകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ വിശ്വാസികൾക്ക് സമാധാനിക്കാനുള്ളത് ഒന്ന് റബ്ബിൻ്റെ വിധിയാണ്, ഈ സംഭവം റബ്ബിൻ്റെ വിധിയാണ്. അതേപോലെ തന്നെ വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്കുള്ള സൂചനകൾ, കാര്യങ്ങളൊക്കെ അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് പിന്നെ ഷിയാക്കളുടെ, അതേപോലെ തന്നെ കപടന്മാരുടെ,
ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുക്കളുടെ വലിയൊരു അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ ഫലം കൂടിയാണ് ചതിയിലൂടെ, വഞ്ചനയിലൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി വന്നത്. ഇതിൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കുറേ ആളുകൾ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറവിൽ ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റു പല നേട്ടങ്ങൾ കൊതിച്ചു വന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത, അവരുടെ മനസ്സിലേക്ക് തള്ളിക്കയറ്റിയ കുറേ ആളുകളും സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലമെല്ലാം നമ്മൾ അറിയണം. അതൊക്കെ ഇന്നിവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിലും ഈ 3 രൂപത്തിലുള്ള പിന്നെ ചിന്താഗതികളും കാര്യങ്ങളും ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ലാളിച്ച് സ്നേഹിച്ച് അവരുമായി ഇടപഴകിയ ചരിത്രമൊക്കെ എത്രയോ നമ്മൾ കേട്ടവരാണ്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുന്യാവിൽ ഹുമാ റൈഹാനത്താനി എന്ന എൻ്റെ 2 സുഗന്ധങ്ങളാണ്, പരിമളങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കർബലയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ചർച്ചയിൽ കർബലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഷിയാക്കൾ കൊണ്ട് നടക്കുന്ന ഒരു റൂട്ടുണ്ട്. നമ്മുടെ നാട് ഷിയാക്കൾ, ആ ഷിയാക്കൾ കൊണ്ട് നടക്കുന്ന റൂട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരും. അതേപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വരും, ഫാത്തിമ റളിയല്ലാഹു അൻഹ വരും, അലി റളിയല്ലാഹു അൻഹു പിന്നെ വരിക. ആരില്ല? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇല്ല. ഇവരൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കർബല, ഒരു സ്പെഷ്യൽ അഹ്ലു ബൈത്ത് സ്നേഹം, അതേപോലെ തന്നെ പ്രത്യേകമായ പാട്ടുകൾ, അതേപോലെ തന്നെ താളമേളങ്ങൾ, അതേപോലെ കുറേ കഥകൾ ഇതിൻ്റെ മറവിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇനി പിന്നെ ഇവരുടെ ഉള്ള് ശരിയല്ല, അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് അതവിടെ വിശദീകരിക്കപ്പെടും. അഥവാ യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ തന്നെ ആ കുടുംബം അവിടെ നിന്നിട്ടുള്ളവരോടൊക്കെ ഭയങ്കര പകയും ദേഷ്യമൊക്കെ വെച്ച് അങ്ങനെ നടന്ന് അവസാനം പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ യസീദ് ബിൻ മുആവിയ വഴിയൊരുക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വഹാബത്തിനെ മൊത്തത്തിൽ ഇകഴ്ത്താനും ആക്ഷേപിക്കാനും ചെയ്യുന്ന കറുത്ത മനസ്സിൻ്റെ ഉടമ, അങ്ങനെ തന്നെ പറയണം, കറുത്ത മനസ്സിൻ്റെ ഉടമകൾ ഇന്നുണ്ട്. ഏതായിരുന്നാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തമാക്കി തന്നവർക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ച് സ്വഹാബത്തിൽ ആരും ഉണ്ടാവില്ല. സ്വഹാബത്തിൽ ആരും അങ്ങനെ ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു മുഖം, ഇത് സ്വഹാബത്തിനെ ഇടിച്ചു താഴ്ത്താനും ഇസ്ലാമിൽ അഹ്ലുബൈത്തിന് ഇല്ലാത്ത വ്യാജമായ പോരിശകൾ കൊണ്ടുവരാനും ഒരു ഭാഗത്തുള്ള വലിയ ശ്രമങ്ങൾ, മറുഭാഗത്ത് ആത്മീയമായ തട്ടിപ്പിൻ്റെ ഒരു ഘോഷയാത്രയാണ്. ഇപ്പോൾ നാളെയാണ് മുഹറം 10 ഇൻഷാ അല്ലാഹ്, അതാണ് നമ്മൾ മുഹറം 10 അർത്ഥം. ഇന്നത്തെ രാത്രി, നാളത്തെ സുബഹി, നാളത്തെ പകൽ എന്നൊക്കെ പറഞ്ഞാൽ ദുആ, ദിക്ർ, സ്വലാത്ത്, തിലാവത്ത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര കൊഴിപ്പിക്കലാണ്. എന്തോ ഒരു പ്രത്യേക ദിക്റും പ്രത്യേക ദുആവും പ്രത്യേക സ്വലാത്തും പ്രത്യേക തിലാവത്തൊക്കെ പഠിപ്പിക്കപ്പെട്ടൊരു ദിവസമാണ് യൗമു ആശുറ എന്ന രൂപത്തിലാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമ്മളെ ആശുറായിൻ്റെ നോമ്പ് സുന്നത്തായി പഠിപ്പിച്ചു. വളരെ പ്രബലമായ നോമ്പ്, സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ട്. ഒരു പ്രത്യേകമായ പ്രാർത്ഥനയോ പ്രത്യേകമായ പാരായണമോ സ്വലാത്തോ ദിക്റോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലോ ജീവിതകാലത്തോ വാക്കിലോ അംഗീകാരത്തിലോ എവിടെയില്ല. പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ തിരമാല പോലെ ഇങ്ങനെ ആർത്തിരമ്പാണ്, മത്സരിച്ച് കണ്ടാണ് വേദികൾ. രാവും പകലൊക്കെ സുബഹി ബാങ്ക് കൊടുക്കും മുമ്പ് തന്നെ തുടങ്ങുകയാണ് ലൈവ് പരിപാടി. ഈ തട്ടിപ്പേ, തട്ടിപ്പിൻ്റെ ഒരു മുഖം അങ്ങനെയാണല്ലോ. ആളുകളെ എത്ര മണിക്കൂർ പറ്റുമോ അത്ര മണിക്കൂറും തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ നഹ്സ് വിശ്വാസം, അഥവാ പവിത്രമാക്കപ്പെട്ട മാസം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 10 എന്ന് പറഞ്ഞാൽ. ആ മുഹറം 10 ഒരു ഇരുട്ടുണ്ട്, എന്തോ ഒരു ശകുനം, ഒരു പിഴയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് പൗരോഹിത്യം. മുഹറം 10 നഹ്സാണ്. അങ്ങനെ പഠിപ്പിക്കുകയാണ്. ഈ മുഹറം 10 നഹ്സാണെങ്കിൽ ആ നോമ്പ് എന്തായിരിക്കും അവസ്ഥ? കാരണം ഈ നഹ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നല്ല ചെയ്യാൻ പറ്റില്ല എന്നാണ്. എന്നിട്ട് ഒരു പറയും പെണ്ണ് കാണാൻ പറ്റൂല, വീട് കൂടാൻ പറ്റൂല, യാത്ര, ഇതൊക്കെ ചെറിയ നന്മകൾ. ആ വലിയ നന്മകൾ ഇത് ബാധിക്കൂലേ?
ആ കഥയിൽ ചോദ്യമല്ല, അത് ശരിയാണ്. കാരണം ഉണ്ടാക്കപ്പെട്ട ആശയാവുമ്പോൾ അതേ പറ്റുള്ളൂ. ഇത് എങ്ങനെ ഏറ്റവും അഫ്ദലായ ഇബാദത്ത് പറ്റും, ഇന്ന് ഹദീസിൽ വന്ന മറ്റു കാര്യങ്ങൾ പറ്റൂല, അതെങ്ങനെ? അങ്ങനത്തെ ഒരു പരസ്പര വൈരുദ്ധ്യ പരിപാടി ഇസ്ലാമിൽ ഇല്ലല്ലോ. അപ്പോൾ ഇത് ഒരു വ്യാജമാണ് എന്ന് അതിൻ്റെ അടിസ്ഥാനം തന്നെ തെളിയിക്കുകയാണ്. ഇനി മാത്രവുമല്ല, ഇപ്പോൾ ഒരു ഹിജറ സമ്മേളനം എന്ന പേരിലൊരു സംഗതിയുണ്ട്. അത് ഹിജറ സമ്മേളനം ആയി മാറിയത് എങ്ങനെ അറിയൂ? ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹിജറ സമ്മേളനം അല്ല, ഇത് മുസ്ലിയാക്കന്മാർ മുഹറം 10 കേന്ദ്രീകരിച്ച് ഒരു കർബല ദുഃഖാചരണം നടത്തുകയാണ് ശരിക്ക്. ഇവിടെ ലോകത്ത് ഷിയാക്കൾ ഷാമിലും മറ്റു പലയിടത്തും ഷിയാ നാടുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ മുഖം ഇവിടെ നടത്തുകയാണ്. അത് കയ്യോടെ നമ്മൾ പിടിച്ചുകൂടി ശരിക്ക് പൊളിച്ചടുക്കി കഴുകി കൊടുത്തപ്പോൾ എല്ലാം ഹിജറ സമ്മേളനമായി മാറി. അറിയാതെ മാറ്റി. അതെ. കാരണം മുഹറം വരുമ്പോൾ ഹിജറിനെ ഒരു അതെ മെല്ലെ പെട്ടെന്ന് ഹിജറ സമ്മേളനം, ഹിജറ കോൺഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വർഷങ്ങളായി ഭയങ്കര പോസ്റ്റർ. ഇത് ശരിക്ക് നമ്മൾ പ്രമാണം കൊണ്ട് കശക്കിയത് കൊണ്ട് കുടുങ്ങിയിട്ട് മെല്ലെ എന്താക്കിയതാണ്, ഹിജറ കോൺഫറൻസ് ആക്കി മാറ്റിയതാണ്. അപ്പോൾ ഈ നിലക്കുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ ഇവരും ഈ പൗരോഹിത്യവും കൊണ്ട് നടക്കുന്നു. ഈ പൗരോഹിത്യത്തിനും ഷിയാ സ്വാധീനമുണ്ട്, ഷിയാ സ്വാധീനം പൗരോഹിത്യത്തിനുണ്ട്. അതാണ് നമ്മൾ ഇവരെ കർബല വിഷയത്തിലുള്ള ലേഖനങ്ങളും മറ്റും വായിച്ചാൽ ആ കരച്ചിലിങ്ങനെ കാണാം. ഏത് ഷിയാക്കൾ അവിടെ കരയണത് ഇവിടെ സുന്നി വോയിസിലും ഇവിടെ സുന്നി അഫ്കാറിലും മറ്റും ഇങ്ങനെ ഓരോ വരികളിലും ആ കണ്ണീരിങ്ങനെ കാണാൻ പറ്റും. അതാ സ്വാധീനമാണ്. ഏതായിരുന്നാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർബല മാത്രമല്ല, ഏത് യുദ്ധത്തിൻ്റെ ഏത് സംഭവത്തിൻ്റെ മറവിലും ചൂഷണം എന്ന ഒരു ലക്ഷ്യം ഇസ്ലാമിനില്ല. അഹ്ലുസുന്നയുടെ ആ ശരിയായ നിലപാട് കൊണ്ട് നടക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ എപ്പോഴത്തെ ഈ മുഖം. അത് ലോകം അവസാനിക്കുന്നത് വരെ ആ പ്രമാണ മുഖം തന്നെയായിരിക്കും ഇസ്ലാമിനുണ്ടാവുക. ഈ ഷിയായിസത്തിൻ്റെ ഒരു മുഖം സമസ്ത അവിടെ ഇങ്ങനെ പല ഘട്ടങ്ങളെ അവതരിപ്പിച്ചു പോകുന്നുണ്ട്. എന്നതുപോലെ മറ്റൊരു മുഖമാണ് അതിൻ്റെ മറുവശം ഇവിടെ CH മുസ്തഫ ടീം ഇങ്ങനെ ഏറ്റെടുത്തേക്കാണ്. ഒരു മുന്നിൽ വെച്ച് സ്വഹാബത്തിനെ അടിക്കാനുള്ള നല്ലൊരു സന്ദർഭമായിട്ട് ഒരു പല സമയങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന പോലെ ഇത് നല്ലൊരു സമയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനെയും കൂടി ഒന്ന് ഇതിൽ ചേർത്ത് വെക്കണം എന്ന് തോന്നുന്നുണ്ട്. ഇതിലേ പിന്നെ ഇവിടെ ഷിയാ അജണ്ടകൾ പറയുമ്പോൾ മുഹറം എന്നത് മുഹറം 10 എന്ന് പറഞ്ഞാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിവസമാണ്. ഇപ്പോൾ ഷിയാക്കളുള്ള സ്ഥലങ്ങളിലുള്ള പിന്നെ അവരവിടെ മുഹറം 10 അന്ന് പിന്നെ യാ അലി പിന്നെ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികളടക്കം വാളും കത്തിയൊക്കെ എടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് വെട്ടി പരിക്കേൽപ്പിച്ച് മുറിവുണ്ടാക്കി ചോര പിന്നെ തെറിപ്പിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഷിയാ രാജ്യങ്ങളിലുള്ളത്. അന്ന് അവരെല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ചാണ് അവർ പുറത്തിറങ്ങുക. അവരൊക്കെ പറയുന്നത് എന്താണ്, ഇതൊരു പിന്നെ ദുഃഖത്തിൻ്റെ ദിവസമാണ്. മുഹറം 10 അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട പിന്നെ പ്രയാസത്തിൻ്റെ ദിവസമാണ്. എന്താണ് പ്രയാസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് ഇബ്നു മുആവിയ കൊന്ന ദിവസമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ യസീദ് ഇബ്നു മുആവിയ ഈ കൊലപാതകത്തിനെ നേരിട്ട് ഇടപെട്ടിട്ടേയില്ല. അദ്ദേഹത്തിനെതിരെ നേരാവണ്ണം പങ്കുമില്ല. മാത്രവുമല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ച് കൊല ചെയ്ത വ്യക്തി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ തലയെടുത്ത് കൊണ്ടുവന്ന് യസീദ് ഇബ്നു മുആവിയയുടെ സദസ്സിൽ വെച്ചപ്പോൾ അതിനെപ്പോലും എതിർത്തിട്ടുണ്ട്. അത് പിന്നെ പ്രയാസത്തോടു കൂടി കണ്ണുനീർ വാർത്തുകൊണ്ട് അതിനെ എതിർത്ത ചരിത്രമടക്കം യസീദ് ഇബ്നു മുആവിയയുടെ ചരിത്രത്തിലുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സൈഡാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഹ്ലു ബൈത്തിനെയും പുകഴ്ത്തിക്കൊണ്ട് ഷിയാക്കളുടെ യഥാർത്ഥമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. പള്ളി മെമ്പറിൽ വെച്ച് മുആവിയ റളിയല്ലാഹു അൻഹു കാട്ടുകള്ളനാണ് എന്ന് പറഞ്ഞ് സംസാരിച്ച ആളാണ് ഈ CH മുസ്തഫ എന്ന് പറയുന്ന ആൾ. നിങ്ങൾ നോക്കിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മുഹറമായി വരുമ്പോൾ പിന്നെ നമുക്ക് കർബലയെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക പ്രോഗ്രാമുകൾ പിന്നെ പല സ്ഥലത്ത് കണ്ടുവരികയാണ്. അഥവാ കർബല എന്നത് മുന്നിൽ വെച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് ഇബ്നു മുആവിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അഥവാ ഏത് ഹുസൈൻ, റസൂലിൻ്റെ പേരക്കുട്ടി ഹുസൈനെ ചതിച്ചു കൊന്നു, അതാണ് മുആവിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുആവിയൻ ഇസ്ലാം, മുആവിയൻ തൗഹീദാണ് മുല്ലകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ചരിത്രം മുമ്പിൽ വെച്ച് ജനങ്ങളുടെ പിന്നെ എന്താണ് മാനസികമായ ഇളക്കമുണ്ടാക്കി ഒരു പിന്നെ ആളുകളുടെ ഒരു മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് നേരിപ്പുറത്ത് ഇവിടെ നാട്ടിലുള്ള പിന്നെ മൗലവിമാർ അല്ലെങ്കിൽ യഥാർത്ഥമായി ഇസ്ലാം പറയുന്ന ആളുകളൊക്കെ
തെറ്റായ ഇസ്ലാമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രയാസത്തിൻ്റെ ഒരു ദിവസമായിക്കൊണ്ട് മുഹറം 10 കാണുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്താകുമെന്ന്, കൊല്ലപ്പെടുമെന്ന് പ്രവാചകൻ തന്നെ പ്രവചിച്ച ഹദീസിൽ കാണാം. കർബലക്ക് എന്തുകൊണ്ട് പേര് കിട്ടിയെന്നതിന് ചരിത്രം എങ്ങനെയാണ്? പ്രവാചകൻ കർബുൻ വ ബലാഉൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കർബല എന്ന് ആ സ്ഥലത്തിന് പേര് കിട്ടിയത് തന്നെയാണ്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും, പിന്നെ നിങ്ങൾ ഇങ്ങനെ ആകണം എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം നടന്നു പോയിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകം വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഒരു തീരാ ദുഃഖമായി വെച്ച്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനേക്കാളും കൂടുതൽ സങ്കടം എന്ത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഈ ദിവസത്തിലുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഈ ആളുകൾക്ക് അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസത്തെ ഈ രൂപത്തിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു സ്മരണ പുതുക്കലില്ല. അല്ലാഹു കൊല്ലപ്പെട്ടതാണല്ലോ, ആ കൊല്ലപ്പെട്ട ദിവസത്തിൽ ഒരു സ്മരണ പുതുക്കലോ ഒന്നുമില്ല. ഇവിടെ ഇത് മാത്രം ഉണ്ടാക്കുന്നു. എന്നാൽ ഈ ദിവസം തന്നെ നമ്മുടെ നാട്ടിലുള്ള സമസ്തകൾ ഇപ്പോൾ കുറച്ചായിട്ട് മുഹറം 10 പ്രത്യേകമായി കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അന്ന് ചൊല്ലാൻ പ്രത്യേക ദിക്റുകൾ, അന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് കണ്ടത്, പിന്നെ മുഹറം 10 അന്ന് ചില ദിക്ർ ചൊല്ലിയാൽ പിന്നെ ആ കൊല്ലം മരിക്കൂല എന്നാണ്. മരിക്കാതിരിക്കാനുള്ള ദിക്ർ എന്ന ഹെഡിങ്ങിലാണ് ആ ദിക്ർ എന്നെ കാണുന്നത്. അപ്പം എങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ ദിക്ർ എല്ലാവരും ചൊല്ലിയാൽ പിന്നെ ലോകത്താരും മരിക്കൂലല്ലോ. ഇതിപ്പം എന്താ നടക്കുക എന്നുള്ളത് അത്ര പോലും ഇതെന്തുകൊണ്ട് മുഹറം 10 പ്രൊജക്റ്റ് ചെയ്യുന്നു? മുഹറം 10 നിങ്ങൾ പ്രത്യേകം ഇങ്ങനെ ആക്കിയാൽ അത് ഇതൊക്കെ എന്തുകൊണ്ട് മുഹറം 10 പ്രൊജക്റ്റ് ചെയ്യുന്നു? അത് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത് ഷിയാക്കളുടെ അജണ്ടയാണ്. അപ്പോൾ മുഹറം 10 എന്ന ആളുകളുടെ മനസ്സിലേക്ക് വരികയും, മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് മുഹറം 10 പ്രത്യേക ആളുകൾ പഠിക്കുകയും, പഠിക്കുമ്പോൾ അവർ ഷിയാക്കൾ ഇത്തരം സംഗതികൾ പുറത്തേക്ക് കൊണ്ടുവരികയും ആ ആശയം ജനങ്ങളെ മനസ്സിലിട്ട് കൊടുക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാലായ ഈ ഉമ്മത്തിൻ്റെ അമ്മാവരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അടക്കമുള്ള സഹാബികളെ ചീത്ത പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള മോശം ചിന്താഗതി വിശ്വാസികളെ നരകത്തിലെത്തിക്കും. പ്രവാചകൻ പറഞ്ഞില്ല, ലാ തസ്ബു സഹാബി, നിങ്ങളുടെ സഹാബികളെ ശപിക്കരുത്. അത് പിന്നെ നമുക്ക് നരകം വാങ്ങിത്തരുന്ന കാര്യമാണ്. അപ്പോൾ സഹാബികൾ ഒരാളെ ശപിച്ചാൽ തന്നെ, ചീത്ത പറഞ്ഞാൽ തന്നെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് ഇത് മുന്നിൽ വെച്ചുകൊണ്ട് സഹാബികളെ ചീത്ത പറയുകയും അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയും അതുവഴി ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും അത് ആളുകൾ നരകത്തിലേക്ക് എത്തിക്കാനുമാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പലതും ഇത്തരം വീഡിയോകളെടുത്ത് ഇനിയിപ്പോൾ ഇതിറങ്ങിയാൽ തന്നെ കാണാം, കുറേ ആളുകൾ ഇതിന് താഴെ വന്നിട്ട് ചീത്ത പറയുന്ന ഒരുപാട് ആളുകൾ, മുസ്ലിം പേരിലുള്ള ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടുണ്ടാകുന്നു? ഈ രൂപത്തിൽ ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥാവിശേഷം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ മുഹറം 10 അത് ഇസ്ലാം പഠിപ്പിച്ച പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അന്നേ ദിവസം നമ്മൾ നോമ്പെടുക്കുക. നാളെയാണ്, ഇന്ന് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ പറയാനുള്ളത്, ഈ നോമ്പ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ നോമ്പിന് പ്രവാചകൻ പഠിപ്പിച്ചു, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പുറത്ത് കിട്ടുന്ന നോമ്പാണ് നാളെ വരാനുള്ള നോമ്പ്. ആ നോമ്പ് വിശ്വാസികൾ എടുക്കണം. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, മുഹറം 9 നിങ്ങൾ നോമ്പെടുക്കണം. അത് ശത്രുക്കളോട്, ജൂതന്മാരോട് എതിരാകുന്നതാണ്. അത് നിങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് നോമ്പെടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റന്നാളെയും കൂടെ നോമ്പെടുക്കണം. അങ്ങനെ 2 ദിവസം പഠിപ്പിച്ച് നോമ്പെടുത്താൽ നിങ്ങൾക്ക് സുന്നത്ത് കിട്ടും. അതുകൊണ്ട് ആ സുന്നത്ത് എടുക്കുക, ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഷിയാക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇത്തരം അജണ്ടകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നാണ് പറയാനുള്ളത്. അല്ലാഹു അഅലം. ഇതിൽ ഒരു ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രതിഭാസം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം ഈ കാര്യത്തിൽ പറഞ്ഞ യഥാർത്ഥ ചരിത്രം എന്താണോ അതൊക്കെ നിർമ്മിത ചരിത്രമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുക. എന്നിട്ട് നിർമ്മിക്കപ്പെട്ട കുറേ കഥകൾ ഇതാണ് ശരിയായ ചരിത്രം എന്നെന്ത് ചെയ്യുക, പിന്നെ തിരുത്തി വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഇവരെ പോലത്തെ ആളുകൾ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശരിയായ ചരിത്രത്തെ നമ്മൾ വായിച്ച് പഠിക്കണം, കേൾക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മൾ 3 വിഷയങ്ങളിലൂടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ശരിയായ വശത്തെ ഇവിടെ നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി. തുടർന്നുള്ള ആഴ്ചകളും ഇതുപോലെ ഓരോ വിഷയങ്ങൾ എടുക്കുകയും അതിൻ്റെ പ്രമാണബദ്ധമായ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ തെളിവുകൾ സഹിതം സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്രൂഫ് പോയിൻ്റ്. ഇത് കേൾക്കുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് കൂടി പ്രചരിപ്പിക്കാനും എത്തിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരങ്ങളും സംരംഭങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളിലേക്ക് ദീനെത്താനും സ്വീകരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.